ഇന്നലെയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച ഒരാൾ കോഴിക്കോട് വെന്ത് മരിച്ചത്. സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിയ ആ മനുഷ്യൻ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് കത്തിയമർന്നത് നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച വാർത്തയാണ്. എന്നാൽ വാഹനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ വാഹനത്തെയും യാത്രക്കാരെയും സുരക്ഷിതമാക്കാൻ കഴിയുന്ന സുരക്ഷാ സംവിധാനം കണ്ടെത്തിയിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു ചെറുപ്പക്കാരൻ. തിരൂരങ്ങാടി മന്നിയൂർ സ്വദേശി അഫ്നാസ് ആണ് വി ഫയർ സേഫ് എന്ന സിസ്റ്റം പുതിയതായി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു ബെൽറ്റ് പുറത്തിറങ്ങാൻ കഴിയില്ല, കത്താണ്. ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു വാഹനം കത്തിയെരിയുമ്പോൾ ഒരു മനുഷ്യൻ അതിലകപ്പെട്ടാൽ പോലും ഒന്നും ചെയ്യാനാകാതെ പലപ്പോഴും നിസ്സഹായരാവാറുണ്ട് നമ്മൾ. സീറ്റ് ബെൽറ്റ് കുരുങ്ങിയും ഡോർ ലോക്ക് വീണുമെല്ലാം അതിനകത്തുള്ളവരും പലപ്പോഴും കുടുങ്ങിപ്പോകും. എന്നാൽ ഒരു വർഷത്തെ നിരന്തര പരീക്ഷണങ്ങളിലൂടെ വാഹനത്തിനും അതിലെ യാത്രക്കാർക്കും വേണ്ടി ഒരു വാഹന സുരക്ഷാ സംവിധാനം തന്നെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് മലപ്പുറം മൂന്നിയൂർ സ്വദേശി അഫ്നാസ്. വാഹനത്തിൽ തീയുടെ സാന്നിധ്യം കണ്ടെത്തിയാലുടൻ സെൻസറുകളുടെ സഹായത്തോടെ അഫ്നാസിന്റെ വി ഫയർ സേഫ് സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങും. തീയുടെ സാന്നിധ്യം കാണുന്നതോടെ ഓട്ടോമാറ്റിക്കായി ഡോർ ലോക്ക് തുറക്കുകയും ഗ്ലാസ് വിൻഡോകൾ താഴുകയും സീറ്റ് ബെൽറ്റ് തനിയെ ഊരുകയും ചെയ്യുന്നതാണ് സംവിധാനം. നമ്മൾ ഈ സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ചെറിയ രീതിയിൽ തന്നെ കത്തി തുടങ്ങുമ്പോൾ തന്നെ വണ്ടിയുടെ 4 പവർ വിൻഡി ഓട്ടോമാറ്റിക് ആയിട്ട് താവും. അതോടൊപ്പം തന്നെ വണ്ടി അണ്ടർലോക്ക് ആണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് അൺലോക്ക് ആവും. പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് നമുക്ക് ഡോർ തുറന്നു കൊടുക്കാൻ പറ്റും. അല്ലാത്ത സ്ഥിതിയിൽ നമുക്ക് ഒരിക്കലും ഡോർ തുറന്നു കൊടുക്കാൻ പറ്റൂല, കാരണം ഉള്ളിൽ ലോക്കായി കയറും. യാത്രക്കാരെ മാത്രമല്ല വാഹനത്തെ കൂടി സംരക്ഷിക്കുന്നതാണ് അഫ്നാസിന്റെ വി ഫയർ സേഫ് സിസ്റ്റം. വാഹനത്തിന് തീ പിടിച്ചാൽ ഉടൻ തന്നെ അപായ സന്ദേശം ഉടമയുടെ മൊബൈൽ നമ്പറിലേക്ക് എത്തും. GPS വഴി അടുത്തുള്ള അഗ്നിരക്ഷാസേന യൂണിറ്റിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും വാഹനത്തിന്റെ ലൊക്കേഷൻ സഹിതം അപായ സന്ദേശം കൈമാറും. ഈ സമയം തന്നെ 4 ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കുകയും പ്രത്യേക അലാം അടിച്ച് സമീപത്തുള്ളവരെ അപകട വിവരം അറിയിക്കുകയും ചെയ്യും. പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷന് ഇങ്ങോട്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോകും. അതായത് ലൊക്കേഷൻ അടക്കം വണ്ടി എവിടെ എന്നുള്ള ലൊക്കേഷൻ അടക്കമായിട്ടാണ് മെസ്സേജ് പോകും. അതുപോലെ തന്നെ RC ഓണറുടെ ഫോണിലോട്ടും മെസ്സേജ് പോകും. നമ്മളെ ഗവൺമെന്റ് കൂടെ ഒരു സപ്പോർട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ കുറക്കാൻ പറ്റും. അതോടൊപ്പം കുറെ ജീവനും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഏകദേശം 6000 രൂപ ചെലവഴിച്ചാൽ ഈ സംവിധാനം വാഹനങ്ങളിൽ ഘടിപ്പിക്കാനാകും. മനുഷ്യർ കത്തിയെറിയുന്ന കാലത്ത് സർക്കാരിന്റെ പിന്തുണയോടെ എല്ലാ വാഹനങ്ങളിലും ഈ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് അഫ്നാസിന്റെ ആഗ്രഹം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.